സമാനം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വെട്ടിത്തിളങ്ങി നിൽക്കുന്നു. അഹമ്മദ് സാഹിബിന്റെ മന്ത്രി ഡോക്ടർ അബ്ദുൽ കലാം ഇന്ത്യ രാജ്യത്തിന്റെ പ്രസിഡന്റ് ആകുമ്പോ അദ്ദേഹം പറഞ്ഞത് ആകാശത്തേക്ക് ബാണം വിടുന്ന ആൾ എന്നാണ്. അച്ചുമാമയുടെ ചങ്കിനേറ്റ കുട്ടിനെ മലബാറിലെ മാപ്പിളമാരുടെ കവിടത്തേക്ക് സോണിയാഗാന്ധി നൽകിയ മുത്തമാക്കി മാറ്റാൻ സാധിച്ച നമ്മുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ ഞാൻ മലപ്പുറം മണ്ഡലത്തിലെ പല ഭാഗങ്ങളിലും പ്രസംഗിക്കാൻ പോയപ്പോഴൊക്കെ അവിടെയുള്ള ഏക ആരോപണം അഹമ്മദ് ഇസ്രയേലി ചാരനാണ് എന്ന് ഹംസാക്ക പറഞ്ഞിട്ടുണ്ടെന്നുള്ള. ഇസ്രയേലി ചാരൻ എന്നാൽ അറിയുമോ സഖാവെ, ആദ്യമായി ഇന്ത്യ മഹാരാജ്യം ഇസ്രയേൽ എന്ന രാജ്യവുമായി ഒരു നയതന്ത്ര ബന്ധം സ്ഥാപിക്കുന്നത് 1977-ലാണ്. ഇന്ത്യയെ താഴെ ഇറക്കാൻ അഹമ്മദ് സാഹിബിനെ ഇസ്രയേലി ചാരൻ എന്ന് ആക്ഷേപിച്ചത് അറിയുമോ സഖാവെ? കഴിഞ്ഞ വർഷം ഞങ്ങളുടെ മലപ്പുറം ജില്ലയിലെ പട്ടിക്കാട്ട് ജാമിയ നൂരികളുടെ സമ്മേളനത്തിൽ വന്ന് പലസ്തീന്റെ അംബാസിഡർ ഒസാമ മൂസ പ്രസംഗിച്ചു. എന്താ പറഞ്ഞെന്നറിയുമോ? ഞങ്ങൾ പലസ്തീനികൾക്ക് നിങ്ങളുടെ അഹമ്മദിനെ ഏറെ ഇഷ്ടമാണ്. അതിന് കാരണം അദ്ദേഹം റാമള്ളയിലെ കൊട്ടാരത്തിൽ ഞങ്ങളുടെ നായകൻ യാസർ അറഫാത്തുമായി സംഭാഷണം നടത്തിയത് കൊണ്ട് മാത്രമല്ല, ബൈത്തുൽ മുഖദ്ദസിൽ വന്നുകൊണ്ട് അദ്ദേഹം നമസ്കരിച്ചത് കൊണ്ടും അല്ല, അതിനുമപ്പുറത്ത് ഞങ്ങൾ പലസ്തീനികൾ നിങ്ങളുടെ അഹമ്മദിനെ ഇഷ്ടപ്പെടാൻ കാരണം ഗാസയുടെ മണ്ണിൽ ഏരിയൽ ഷാരോണിന്റെ പട്ടാളത്തിന്റെ വെടിയുണ്ടയേറ്റ് ഈയാം പാറ്റുകളെ പോലെ കുഞ്ഞു വിരിമാറ് കാണിച്ചു കൊടുത്ത് കരിങ്കൽ ചീളുകൾ കൊണ്ട് പ്രതിരോധ സമരം നടത്തുന്ന ഞങ്ങളുടെ കുഞ്ഞു മക്കൾക്ക് അവർക്ക് മരുന്നായും ഭക്ഷണമായും 183 കോടി രൂപയുടെ സഹായം എത്തിക്കാൻ ഇന്ത്യ ഗവൺമെന്റിനെ കൊണ്ട് പ്രേരിപ്പിച്ച നിങ്ങളുടെ അഹമ്മദ് സാഹിബിനെ ഞങ്ങൾ പലസ്തീനികൾ ഏറെ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞിട്ട് പിന്നീട് ഒസാമ മൂസ പ്രസംഗിച്ചത്, ഞാനൊരു തമാശ പറഞ്ഞോട്ടെ, ഞങ്ങളുടെ പലസ്തീനിൽ എങ്ങാനും ഒരു തെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ ആ തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ അഹമ്മദ് സാഹിബ് ഒരു സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണെങ്കിൽ വമ്പിച്ച ഭൂരിപക്ഷത്തോടെ പലസ്തീന്റെ പാർലമെന്റിലേക്ക് അഹമ്മദ് സാഹിബ് തെരഞ്ഞെടുക്കപ്പെടുക തന്നെ ചെയ്യും എന്ന് വിളിച്ചു പറഞ്ഞത് വണങ്ങിയ അംസാക്കയല്ല, ഒസാമ മൂസയാണ് സഖാവേ, ഒസാമ മൂസ. സമാനം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വെട്ടിത്തിളങ്ങി നിൽക്കുന്നു. അഹമ്മദ് സാഹിബിന്റെ മന്ത്രി ഡോക്ടർ അബ്ദുൽ കലാം ഇന്ത്യ രാജ്യത്തിന്റെ പ്രസിഡന്റ് ആകുമ്പോ അദ്ദേഹം പറഞ്ഞത് ആകാശത്തേക്ക് ബാണം വിടുന്ന ആൾ എന്നാണ്. അച്ചുമാമയുടെ ചങ്കിനേറ്റ കുട്ടിനെ മലബാറിലെ മാപ്പിളമാരുടെ കവിടത്തേക്ക് സോണിയാഗാന്ധി നൽകിയ മുത്തമാക്കി മാറ്റാൻ സാധിച്ച നമ്മുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ ഞാൻ മലപ്പുറം മണ്ഡലത്തിലെ പല ഭാഗങ്ങളിലും പ്രസംഗിക്കാൻ പോയപ്പോഴൊക്കെ അവിടെയുള്ള ഏക ആരോപണം അഹമ്മദ് ഇസ്രയേലി ചാരനാണ് എന്ന് ഹംസാക്ക പറഞ്ഞിട്ടുണ്ടെന്നുള്ള. ഇസ്രയേലി ചാരൻ എന്നാൽ അറിയുമോ സഖാവെ, ആദ്യമായി ഇന്ത്യ മഹാരാജ്യം ഇസ്രയേൽ എന്ന രാജ്യവുമായി ഒരു നയതന്ത്ര ബന്ധം സ്ഥാപിക്കുന്നത് 1977-ലാണ്. ഇന്ത്യയെ താഴെ ഇറക്കാൻ അഹമ്മദ് സാഹിബിനെ ഇസ്രയേലി ചാരൻ എന്ന് ആക്ഷേപിച്ചത് അറിയുമോ സഖാവെ? കഴിഞ്ഞ വർഷം ഞങ്ങളുടെ മലപ്പുറം ജില്ലയിലെ പട്ടിക്കാട്ട് ജാമിയ നൂരികളുടെ സമ്മേളനത്തിൽ വന്ന് പലസ്തീന്റെ അംബാസിഡർ ഒസാമ മൂസ പ്രസംഗിച്ചു. എന്താ പറഞ്ഞെന്നറിയുമോ? ഞങ്ങൾ പലസ്തീനികൾക്ക് നിങ്ങളുടെ അഹമ്മദിനെ ഏറെ ഇഷ്ടമാണ്. അതിന് കാരണം അദ്ദേഹം റാമള്ളയിലെ കൊട്ടാരത്തിൽ ഞങ്ങളുടെ നായകൻ യാസർ അറഫാത്തുമായി സംഭാഷണം നടത്തിയത് കൊണ്ട് മാത്രമല്ല, ബൈത്തുൽ മുഖദ്ദസിൽ വന്നുകൊണ്ട് അദ്ദേഹം നമസ്കരിച്ചത് കൊണ്ടും അല്ല, അതിനുമപ്പുറത്ത് ഞങ്ങൾ പലസ്തീനികൾ നിങ്ങളുടെ അഹമ്മദിനെ ഇഷ്ടപ്പെടാൻ കാരണം ഗാസയുടെ മണ്ണിൽ ഏരിയൽ ഷാരോണിന്റെ പട്ടാളത്തിന്റെ വെടിയുണ്ടയേറ്റ് ഈയാം പാറ്റുകളെ പോലെ കുഞ്ഞു വിരിമാറ് കാണിച്ചു കൊടുത്ത് കരിങ്കൽ ചീളുകൾ കൊണ്ട് പ്രതിരോധ സമരം നടത്തുന്ന ഞങ്ങളുടെ കുഞ്ഞു മക്കൾക്ക് അവർക്ക് മരുന്നായും ഭക്ഷണമായും 183 കോടി രൂപയുടെ സഹായം എത്തിക്കാൻ ഇന്ത്യ ഗവൺമെന്റിനെ കൊണ്ട് പ്രേരിപ്പിച്ച നിങ്ങളുടെ അഹമ്മദ് സാഹിബിനെ ഞങ്ങൾ പലസ്തീനികൾ ഏറെ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞിട്ട് പിന്നീട് ഒസാമ മൂസ പ്രസംഗിച്ചത്, ഞാനൊരു തമാശ പറഞ്ഞോട്ടെ, ഞങ്ങളുടെ പലസ്തീനിൽ എങ്ങാനും ഒരു തെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ ആ തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ അഹമ്മദ് സാഹിബ് ഒരു സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണെങ്കിൽ വമ്പിച്ച ഭൂരിപക്ഷത്തോടെ പലസ്തീന്റെ പാർലമെന്റിലേക്ക് അഹമ്മദ് സാഹിബ് തെരഞ്ഞെടുക്കപ്പെടുക തന്നെ ചെയ്യും എന്ന് വിളിച്ചു പറഞ്ഞത് വണങ്ങിയ അംസാക്കയല്ല, ഒസാമ മൂസയാണ് സഖാവേ, ഒസാമ മൂസ. ആ അഹമ്മദ് സാഹിബിനോളം മുസ്ലിം ലീഗ് രാഷ്ട്രീയ സംഘടന ഇന്ത്യൻ